ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണം. ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. എല്ലാവർക്കും ഉണ്ട് ദുരിതങ്ങളും ദുരന്തങ്ങളും അല്ലെങ്കിൽ ദുഃഖങ്ങളും എല്ലാം. ഒരാൾക്ക് മാത്രം നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്നാലും നമ്മളൊക്കെ ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ പറയും, മാനസികമായിട്ട് നമുക്ക് വിഷമം വന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് സഹിക്കുന്നതിനും അപ്പുറമായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മാനസികമായ നമ്മുടെ വിഷമം നമ്മളൊന്ന് തുറന്ന് പറയാനോ ഒക്കെ ശ്രമിക്കും അല്ലേ. അത് സ്വാഭാവികം, മനുഷ്യ സഹജം. കാരണം ഏതെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തിങ്ങി വിങ്ങി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അതിങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയാണ്. അങ്ങനെ ആ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ്. പറഞ്ഞിട്ട് കാര്യങ്ങൾ നടന്നിട്ടല്ല, എന്നാലും പറഞ്ഞു കഴിയുമ്പോൾ ആ മനസ്സിൻ്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ കഴിയുന്നതിലൂടെ കിട്ടുന്നൊരു സമാധാനം കേട്ടോ. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, എഴുതി തീരാത്ത ഒരു സമസ്യ പോലെയാണ്. നമ്മൾ അല്ലെങ്കിൽ ഒരു റെയിൽ പാളം പോലെ എന്ന് പറയാം അല്ലേ. രണ്ടറ്റവും കൂട്ടിമുട്ടാത്ത അല്ലെങ്കിൽ എങ്ങനെ അനന്തതയിലേക്ക് നീളുന്ന, ഏതൊരു ബിന്ദുവിൽ പോലും തൊടാതെ അങ്ങനെ അനന്തതയിലൂടെ നീണ്ടു പോകുന്ന റെയിൽ പാളങ്ങളെ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. അതുമല്ലെങ്കിൽ ആർത്തലച്ച് വരുന്ന കടൽ തിരമാലകളെ പോലെ, മഴ പെയ്താൽ നമുക്ക് വെള്ളം ഒഴുകി വരുന്ന വെള്ളത്തിനെ പോലെ ആ വെള്ളത്തിൽ കൂടെ നമ്മൾ ആ ഒഴുക്കിലൂടെ ഒഴുകി ഇങ്ങനെ നീങ്ങുമ്പോഴാണ് നമ്മൾ ജീവിതത്തിലൂടെ ഇങ്ങനെ പോകുന്നത്. പക്ഷേ ആ ഒഴുക്ക് നമുക്ക് എന്താ പറയുക, പ്രളയമായി അല്ലെങ്കിൽ കുത്തൊഴുക്കായിട്ട് മാറുമ്പോൾ ജീവിതം അതുപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ പലതും സഹിച്ചും ക്ഷമിച്ചും അല്ലെങ്കിൽ പല വിഷമങ്ങളിലൂടെ തരണം ചെയ്തിട്ടും നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചു എന്ന് പറയും അല്ലേ, പണ്ട് അങ്ങനെയൊക്കെ പറയാറില്ലേ. അങ്ങനെ ജനിച്ചു വീണാലും അതല്ല, നമ്മൾ എത്രയും സമ്പത്തിൻ്റെ കൊടുമുടിയിൽ ജനിച്ചു വീണാലും അതല്ല, നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടുണ്ടായാലും എന്തിനും എങ്ങനെയൊക്കെ ഉണ്ടായാലും നമുക്ക് അനുഭവിക്കാനുള്ള യോഗങ്ങൾ അനുഭവിച്ചേ തീരുള്ളൂ കേട്ടോ. ഓരോരുത്തരും ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഓരോരുത്തർക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളതാട്ടോ. അപ്പോൾ യോഗം വിധി എന്ന് പറയുന്നത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഭവിക്കാത്തവർക്ക് ഈ വിഷമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ അനുഭവിക്കാത്തവർക്ക് അങ്ങനെ പറയാൻ കഴിയും. പക്ഷെ അവരും ഒരു കാലത്ത് അങ്ങനെ അനുഭവിക്കുന്നവരാകുമ്പോൾ ആരും അങ്ങനെ ആവാതിരിക്കട്ടെ. ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ. ദുരിതങ്ങളില്ലാതിരിക്കട്ടെ അല്ലേ. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറ്. കാരണം മറ്റൊരാളുടെ വിഷമം നമുക്ക് കാണണ്ടല്ലോ, നമ്മൾ വിഷമിച്ചാൽ പോലും മറ്റൊരാളുടെ വിഷമം നമ്മൾ കാണണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കാറ്. കാരണം മറ്റൊരാൾക്ക് അങ്ങനെ വിഷമമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അത് കാണുമ്പോഴും നമുക്കൊരു വിഷമമല്ലേ. അപ്പോൾ അതിനേക്കാൾ ഭേദം നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും വിഷമങ്ങളും നമ്മളിൽ തന്നെ അങ്ങോട്ട് അടങ്ങിപ്പോട്ടെ, മറ്റൊരാൾക്ക് അത് കൊടുക്കാതിരിക്കട്ടെ ദൈവം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ. അപ്പം നമ്മുടെയൊക്കെ ആചാരപ്രകാരം നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളുണ്ടെന്ന് മാത്രമല്ല, യോഗം വിധി എന്നതിലൊക്കെ നമ്മൾ വിശ്വസിച്ച് പോരുന്നുണ്ട്. നമ്മളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ല ഇതൊന്നും. ഓരോ അനുഭവങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വയം മനസ്സിലാക്കിയാൽ മതി. നമ്മളാരും വേണം എന്ന് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന വിധികളോ യോഗങ്ങളോ അല്ല അല്ലേ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചിട്ടും വെള്ളിക്കരണ്ടിയിൽ ജനിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം അങ്ങനെയൊക്കെ ജനിച്ചാലും ഓരോരുത്തർക്കും അനുഭവയോഗം എന്നൊന്നുണ്ട്. ആ അനുഭവയോഗം ജീവിതം കൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജനിച്ചു വളർന്നു വളരുമ്പോൾ, അതായത് നമ്മുടെ ബാല്യകാലത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, പട്ടിണിയും പ്രാരാബ്ദും അനുഭവിച്ച കുട്ടികളുണ്ടായിരിക്കാം. അവരൊക്കെ മുതിർന്നു വരുമ്പോൾ ഒരു പക്ഷേ അവർക്ക് അവരുടേതായ രീതിയിൽ അവർ വളർന്ന് നല്ലൊരു നിലയിലെത്തി അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒന്നില്ലായ്മയിൽ നിന്ന് പോലും അവർ പഠിച്ചുയർന്ന് ഉയരങ്ങളിലേക്ക് എത്താനും അതുപോലെ തന്നെ നല്ലൊരു ജീവിത സൗകര്യങ്ങൾ ലഭിക്കാനും അവർക്ക് ഭാഗ്യം ഉണ്ടാവും. അപ്പം അതും ഓരോരുത്തരുടെ യോഗമാണ്. അപ്പം അങ്ങനെ യോഗം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത അച്ഛനമ്മ ഉണ്ടാവും. മക്കളുണ്ടെങ്കിൽ പോലും
ആ മക്കളെ ശ്രദ്ധിക്കാത്ത അച്ഛനും അമ്മയും ഉണ്ടാവും. അപ്പോൾ പണ്ടുള്ളവർ പറയും കട്ടയെ കടന്ന് കതിരാവുക എന്ന് പറയും. പക്ഷെ ആ മക്കൾ നന്നാവും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ പല കാര്യങ്ങളും അവരുടെ ആ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ പഠിച്ചെടുക്കുകയാണ്. അങ്ങനെ പഠിച്ചെടുക്കുന്നത് കൊണ്ട് അവർ ജീവിതത്തിൽ വലിയവരായി തീരാൻ, അല്ലെങ്കിൽ എന്തും സഹിക്കാനും നേരിടാനും, അല്ലെങ്കിൽ എന്തിനെതിരെ നമുക്ക് പോർവിളി നടത്തി നടക്കാനും എന്ന് വെച്ചിട്ട് ചട്ടമ്പികളാവാനോ അല്ലെങ്കിൽ ഗുണ്ടകളാവാനോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്തിനും ഏതിനും സാമർഥ്യമായിട്ട് ജീവിക്കാനും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനും മുന്നേറിപ്പോകാനും അവർക്ക് കഴിയൂട്ടോ. എല്ലാ അച്ഛനമ്മമാർ മക്കൾ വിഷമിക്കരുതെന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത്, ഭക്ഷണ കാര്യങ്ങളായിക്കോട്ടെ സുഖസമൃദ്ധമായ ജീവിതമായിക്കോട്ടെ എല്ലാം ചെയ്തു കൊടുത്തിട്ട് നാശമായി പോകുന്ന മക്കളുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കഞ്ചാവും അതുപോലെ തന്നെ മയക്കുമരുന്ന്, അതുപോലെ മദ്യപാനം, അങ്ങനെ തുടങ്ങി പല രീതിയിലും നമ്മൾ മക്കളെ കാണുന്നുണ്ട് കേട്ടോ. അതിൽ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം അച്ഛനമ്മമാർ അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടും ആ രീതിയിൽ മോശമായി പോകുന്ന മക്കളുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അച്ഛനമ്മമാർ ശ്രദ്ധിക്കാത്ത മക്കൾ കട്ടയെ കടന്ന് കതിരാവും എന്ന് പറയുന്നത് പോലെ നല്ല രീതിയിൽ വളർന്നു വരുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ യോഗവും ഭാഗ്യമാണ്. അപ്പോൾ വിധിയിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ വിധി നമ്മളായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ സംഭവിക്കാനുള്ളത് അങ്ങനെ തനിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അല്ലേ. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും എങ്ങനെയൊക്കെ വിചാരിച്ചാലും അങ്ങനെ സംഭവിക്കില്ല നല്ല രീതിയിലാവണം എന്നൊക്കെ വിചാരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും പല ദുരന്തങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് മുൻജന്മ പാപമാണ് അല്ലെങ്കിൽ മുൻജന്മ സുകൃതമാണെന്നുള്ളത് ചിലർ പറയും. പക്ഷേ ഈ ജന്മത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഓർമ്മകളെക്കുറിച്ചും നമുക്കറിയുള്ളൂ അല്ലേ. മുൻജന്മത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വരും ജന്മത്തെക്കുറിച്ചോ നമുക്കറിയില്ല. അപ്പോൾ ഈ ജന്മം എങ്ങനെയായി, അല്ലെങ്കിൽ മുൻജന്മത്തിലെ സുകൃതം കൊണ്ട് അല്ലെങ്കിൽ മുൻജന്മത്തിലെ പാപം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇനി വരും ജന്മം അല്ലെങ്കിൽ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കാം, എത്ര നന്നായിട്ടാണ് നമ്മളോട് എല്ലാവരും പറയാമെന്നറിയോ. അപ്പോൾ എല്ലാവരും അതിനെ തോൽപ്പിക്കുകയാണ്. നമ്മൾ നാളെ കാണാം എന്ന് പറഞ്ഞ് മരണത്തെ തോൽപ്പിക്കുന്നത് പോലെ തന്നെ ഈ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിലെ കാര്യം കൂടി നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലല്ല ഇതൊന്നും എന്ന് നമുക്കറിയാം. ഇതൊക്കെ അറിഞ്ഞാലും നമ്മൾ നല്ല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുകയാണ് അല്ലേ. ഇതിലൂടെ നമ്മൾ ജീവിക്കണം. ഈ കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ കരുതി വെക്കാനായിട്ട് ശ്രമിക്കൂല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ കാണില്ല. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിലുള്ളവരൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കരുതും. നമ്മൾ ജീവിക്കാനായിട്ട് മറന്നു പോവും. മക്കളെ നമ്മൾ വളർത്തി വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞാലും നമ്മുടെ പ്രാരാബ്ദം തീരോ ഇല്ല. പിന്നെ അവർക്ക് മക്കളായി ആ മക്കളെ നോക്കലായി അങ്ങനെ നമ്മുടെ കാലം പോവുകയാണ്. അത് കഴിഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അവർ നാളേക്കെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് എടുത്തു വെക്കണില്ല. കാരണം മക്കൾക്ക് വേണമെങ്കിൽ മക്കൾ ഉണ്ടാക്കട്ടെ, ഞങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി ഞങ്ങൾ ജീവിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ ജീവിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ജീവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ഇന്നത്തെ മക്കൾ പറയുന്നത് കേട്ടോ. പക്ഷെ അവർ ചിന്തിക്കണില്ല. അവരുടെ അച്ഛനമ്മമാർ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റുമായിരുന്നു എന്നുള്ളത് അവർ ചിന്തിക്കണില്ല കേട്ടോ. കാലഘട്ടങ്ങളിലെ മാറ്റമാണ്. നമ്മൾ മണ്ണും വിണ്ണും പ്രകൃതിയും എല്ലാം മാറി എന്ന് പറയുന്നത് പോലെ തന്നെ ആ മാറ്റം നമ്മുടെ മനുഷ്യ മനസ്സിലേക്കും കടന്നിട്ടുണ്ട് കേട്ടോ. മനസ്സുണ്ടെങ്കിലാണ് എന്തുണ്ടായിട്ടും കാര്യമില്ല. മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. മനസ്സില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് നാട്ടിൽ നമുക്ക് ജോലി ഇല്ല, അല്ലെങ്കിൽ നാട്ടുപുറത്ത് നമുക്ക് ജോലി നോക്കിയിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ദൂരദേശങ്ങളിലേക്ക് ജോലിക്ക് ആൾക്കാർ പോകുന്നത് അല്ലേ. UK, കാനഡ എന്നുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മുടെ മക്കൾ ചേക്കേറുന്നത്. നമ്മുടെ മക്കൾ അവിടെ ചേക്കേറി അവർക്ക് ജോലി കിട്ടി, അവർ വിവാഹം കഴിഞ്ഞ് അവരുടെ മക്കളായി അവിടെ ജീവിക്കുന്നു. അപ്പോൾ നാട്ടിലെ അച്ഛനും അമ്മയും തനിച്ചായി. നാട്ടിലെ അച്ഛനും അമ്മയും തനിച്ചാവുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വൃദ്ധസദനങ്ങളെ ആശ്രയിക്കുകയാണ്. ആ വൃദ്ധസദനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാലക്രമേണ ഗവൺമെൻറ് പോലും ഇനി വൃദ്ധസദനങ്ങൾ ഗവൺമെൻറ് പോലും ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ നാട്ടിലില്ലാത്തുള്ളൂ, പുറം നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. പ്രായമായി കഴിഞ്ഞാൽ വൃദ്ധസദനത്തിൽ താമസിക്കുക, നമ്മുടെ കയ്യിലുള്ളൊരു എമൗണ്ട് അവിടെ കൊടുക്കുക, അങ്ങനെയൊക്കെ കേട്ടോ.
അപ്പോൾ നമ്മുടെ മക്കൾ വൃദ്ധസദനത്തിലേക്ക് നമ്മളെ ആക്കും, അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഇന്നത്തെ കാലഘട്ടത്തിൽ അവരത് ചെറുപ്പം മുതൽ അവരുടെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ സാമ്പത്തികമായിട്ട് മുന്നേറണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറണം. അങ്ങനെ നമ്മൾ ചേക്കേറുമ്പോൾ നമ്മുടെ അച്ഛൻ അമ്മ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നാട്ടിൽ തന്നെ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ സെറ്റിൽ ആവാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ സെറ്റിൽ ആവുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. അപ്പോൾ അച്ഛനും അമ്മേനെയും വൃദ്ധസദനത്തിലാക്കി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം നേഴ്സിനെ വെക്കുക ചെയ്യും. അത്രേ ഞങ്ങൾക്കും സാധിക്കുള്ളൂ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്നാണ് അന്നത്തെ മക്കളുടെ ചോദ്യം. അപ്പം നമ്മൾ മക്കളോട് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ട് നമ്മളതിന് തെറ്റ് പറയണില്ല. അങ്ങനെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്താനായിട്ട് കഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് അതനുസരിച്ച് അവർക്ക് മനസ്സിലാവണില്ല. പക്ഷേ ഇന്ന് അവരുടെ മക്കളെ വളർത്തുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നോക്കാൻ കുറച്ച് സമയം നോക്കുമ്പോഴത്തേനും അവർക്ക് വയ്യ, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ആവുകയാണ്, അങ്ങനെയൊക്കെയാണ് നമ്മളോട് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെ നോക്കാനായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ! ഇന്നത്തെ പോലെ വല്ല സൗകര്യങ്ങളുള്ള കാലഘട്ടമാണോ പണ്ടുള്ളവർ? അത് നമ്മുടെ അച്ഛനമ്മമാരെന്നെ നമ്മളെ നോക്കുന്ന കാലഘട്ടങ്ങളിൽ, കാരണം അന്ന് കറണ്ട് ഇല്ലാത്ത കാലഘട്ടം, അതുപോലെ തന്നെ മിക്സി ഇല്ല, ഗ്രൈൻഡർ ഇല്ല, മോട്ടറില്ല. അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരണം, അമ്മിയിൽ അരയ്ക്കണം, ആട്ടുകല്ലിൽ മാവരയ്ക്കണം. അതുപോലെ തന്നെ നമുക്കൊന്ന് ബാത്റൂം പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമ്മളൊരു ബക്കറ്റിൽ വെള്ളം വെച്ച് കൊടുത്ത് ഒരു കപ്പ് ഇട്ട് കൊടുത്ത് കളിക്കാനായിട്ട് ഇരുത്തും. അങ്ങനെയാണ് ബാത്റൂം പോക്കുണ്ടാകുന്നത്. എത്ര കൂട്ടുകുടുംബമാണെന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും അവരവരുടേതായ ഓരോ പണികളുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നുള്ളവർ പറയും പണ്ട് കൂട്ടുകുടുംബം ആയതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല പറയും. പക്ഷേ കൂട്ടുകുടുംബം ആവുമ്പോഴും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു കൂട്ടുകുടുംബം അല്ലാത്തതുകൊണ്ടാണ്, കുടുംബം ആയതുകൊണ്ട് അവനവൻ്റെ ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളും കുട്ടികളുമായിട്ട് ജീവിക്കുമ്പോൾ മക്കളുടെ മക്കളെ നമ്മൾ നോക്കാനായിട്ട് നല്ലപോലെ നമ്മൾ നോക്കി അവരെ വളർത്തി വലുതാക്കാനായിട്ട് സാധിക്കും. എന്നാൽ പണ്ട് അങ്ങനെയല്ല. എന്തെങ്കിലും കുറച്ച് പാല് കൊടുക്കുന്ന സമയത്ത് പാല് കൊടുക്കും, അവിടെ കിടത്തും, കുട്ടികൾ അവിടെ കിടന്ന് ഇഴഞ്ഞ് കളിക്കും. അവരിവരുടെ അടുക്കളയിൽ അങ്ങനെ പണികൾ നോക്കും. ഇഴഞ്ഞു പോകുന്ന പുഴുക്കളേനെയും പ്രാണികളേനെയും ഒക്കെ എടുത്ത് കടിക്കുന്ന കുട്ടികളുണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അല്ലേ? എത്രയോ കുട്ടികളുടെ ചുണ്ടൊക്കെ വീർത്ത് വന്നിട്ടും അങ്ങനെയൊക്കെ അലർജി ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ വീഴ്ചകളുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയാണോ? ഇന്ന് നമുക്ക് ഒന്നാമത്തെ പറ്റില്ല, കാരണം ഇന്നത്തെ മണ്ണെന്നെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ടൈൽസ് ഇട്ട നിലമാണ്, പണ്ടത്തെ പോലെ ചാണകം മെഴുകിയതോ സിമെൻറ്റ് ഇട്ടതോ ആയ നിലങ്ങളല്ല. അപ്പം അങ്ങനെയുള്ള നിലങ്ങളിൽ ഇന്നിപ്പോൾ പുഴുക്കളും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലും പൊടികളും അതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ വല്ല അസുഖങ്ങളും വരും. അപ്പോൾ അതെന്താ ഏതാ വരിക നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓരോ കാലഘട്ടങ്ങളിലും മാറ്റങ്ങളാണ് കേട്ടോ. കാലങ്ങൾ മാറുന്നതനുസരിച്ച് കളിപ്പാട്ടങ്ങളിൽ മാറ്റങ്ങൾ വന്നു. അപ്പോൾ പണ്ടത്തെ പോലത്തെ കളിപ്പാട്ടങ്ങളല്ല ഇന്ന്. പല രൂപത്തിലും ഭാവത്തിലും വ്യത്യാസങ്ങളുള്ള കളിപ്പാട്ടങ്ങളുണ്ട്. അപ്പം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾക്ക് മക്കൾക്ക് വിഷമാവാതിരിക്കാനായിട്ട് നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അന്നത്തെ കാലഘട്ടത്തിലനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മക്കൾ പറയും ഞങ്ങളുടെ മക്കൾക്ക് ബുദ്ധിമുട്ടാവരുത്, ഏത് പുതിയത് വന്നാലും 10,000 രൂപയുടെയാണെങ്കിലും കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കും, ഞങ്ങൾ അങ്ങനെ കിട്ടാനായിട്ട് കൊതിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയും. പക്ഷെ അന്ന് ആ അച്ഛനും അമ്മയ്ക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കളിപ്പാട്ടങ്ങൾ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ആ ഓരോ കാലഘട്ടങ്ങളിലും മാറ്റങ്ങളുണ്ട്. അപ്പോൾ അന്നത്തെ കളിപ്പാട്ടങ്ങളല്ല ഇന്ന്, അല്ലെങ്കിൽ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്ന പോലെയല്ല ഇന്ന്, വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഇന്നിപ്പോൾ എന്തിനും ഏതിനും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റ് പ്രായമായവരോ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ മക്കളെ ആരും അനുകരിക്കുക ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ അവരുടേതായ ഫ്രണ്ട്സ് പറയാച്ചാൽ ആ ഫ്രണ്ട്സ് പറയുന്നതിലപ്പുറം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ജീവിത കാലഘട്ടം. അപ്പോൾ മുതിർന്നവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് അവർ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇടപെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നങ്ങളായിട്ട് അത് ബുദ്ധിമുട്ടായിത്തീരും. പിന്നെ നമ്മളെക്കാളും അവർ കാര്യങ്ങൾ കാണുന്നത് വേറെ രീതിയിലാണ്. അപ്പം നമ്മൾ പറയുന്ന രീതിയല്ല, അല്ലെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയല്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് 1-2 പ്രാവശ്യം നമ്മൾ പറയാതിരിക്കരുത്. കാരണം നമ്മൾ പറയാതെ ഇരുന്നിട്ട് നമ്മുടെ മക്കൾക്ക് നഷ്ടം അല്ലെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ പറയുന്നത്. അതവർ കേൾക്കാനോ അല്ലെങ്കിൽ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് അവരെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക. എത്ര ജോലിയുള്ള അമ്മയാണെന്നുണ്ടെങ്കിലും വീട്ടിലത്തെ പണികളെല്ലാം കഴിച്ച് മക്കളുടെ
മക്കളുടെ കാര്യം ഭർത്താവിൻ്റെ കാര്യം കഴിച്ചിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. ഒരാളുടെയും സപ്പോർട്ട് ആരുടെയും സഹകരണം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയാണോ? ഇന്നൊരു കുട്ടി ഉണ്ടായാൽ പോലും പറയും ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശം, അമ്മ പാല് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ അച്ഛൻ ചെയ്തോട്ടെ എന്ന് പറയും. ഒരു കുട്ടീനെ കുളിപ്പിക്കണമെങ്കിലോ കുട്ടിക്ക് അപ്പിപ്പോയ വൃത്തിയാക്കണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭർത്താവും ചെയ്യും. അത് ക്ലിയറായിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് ആൺമക്കൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പ്രസവം നോക്കുന്നതടക്കം ഇന്നത്തെ ആൺമക്കൾ തന്നെയാണ്, അതായത് ഭർത്താക്കന്മാർ തന്നെയാണ്. അപ്പോൾ പണ്ടത്തെ ചിട്ടയിൽ നമ്മുടെ റൂമിലേക്ക്, പ്രസവിച്ച് കിടക്കുന്ന റൂമിലേക്ക് ആരും കയറില്ല. അതുപോലെ തന്നെ എന്തെന്നാണ് നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയാണ് ഈ ഒരു അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലും ബാക്കി പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കുട്ടീനെ നോക്കും എന്നല്ലാതെ ബാക്കി അച്ഛന്മാർ അല്ലെങ്കിൽ ആണുങ്ങൾ ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റങ്ങൾ നല്ല തന്നെയാണ്, ഇല്ല എന്ന് പറയണില്ല. അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഈ അമ്മ ഒറ്റയ്ക്ക് കിടന്ന് അടുക്കളയിൽ എല്ലാവർക്കും വേണ്ടതും വേണ്ട രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്, അതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് അമ്മയ്ക്ക് അമ്മയുടേതായ, അല്ലെങ്കിൽ അമ്മ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ ചായ കുടിച്ചോ എന്ന് അന്വേഷിക്കാൻ ആരുമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് ജോലിക്ക് പോകാനായിട്ട്. തിരിച്ചു വന്ന വീണ്ടും പണി തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതൊന്നും ഇന്ന് ഇപ്പോൾ അതങ്ങനെയല്ല. എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടാണ്. അതായത് അതല്ലാന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടങ്ങളുള്ള വിഭവങ്ങൾ വേണ്ട. കാരണം എൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകണം, എൻ്റെ ഭാര്യയ്ക്ക് കുട്ടീനെ നോക്കാണ്ട്, അല്ലെങ്കിൽ രാത്രി എൻ്റെ ഭാര്യ ഉറക്കമൊഴിച്ചു, അല്ലെങ്കിൽ കുട്ടി ഉറങ്ങാൻ വൈകിയത് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ തന്നെ ആൺമക്കൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഈ അമ്മയും കടന്നു പോകുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ അമ്മയ്ക്കും. പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ മക്കളോടത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അത് ഞങ്ങൾ മക്കളല്ല ചിന്തിക്കേണ്ടത്, അമ്മയ്ക്ക് അങ്ങനെയാണെന്നുള്ളത് അച്ഛനാണ് ചിന്തിക്കേണ്ടതുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ സപ്പോർട്ടാണ് അമ്മയ്ക്ക് വേണ്ടതെന്ന് പറയും. അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും ആ അമ്മ വീടിന് വേണ്ടിയും വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയും, അതായത് തൻ്റെ ഭർത്താവിനും മക്കൾക്ക് വേണ്ടിയും ചിലപ്പോൾ പേരമക്കൾക്ക് വേണ്ടിയും തൻ്റെ ജീവിതം പാഴാക്കുകയാണ്. ഇന്ന് അങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്, അങ്ങനെ പാഴാക്കുകയാണ്. അത് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒന്നും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടില്ല, ജീവിതം എന്താണെന്നുള്ളത് അവർ ആസ്വദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തെറ്റാണ്, ഞങ്ങളുടെ തെറ്റല്ല. കാരണം അങ്ങനെ നിങ്ങൾ മക്കളുണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കാലം കടന്നു കളഞ്ഞത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ മക്കളെ ആവശ്യപ്പെട്ടിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ സ്വന്തം തീരുമാനിച്ച് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാത്തത് നിങ്ങളുടെ തെറ്റ്. അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ടൂർ പോയില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഒരു അമ്പലത്തിലേക്ക് പോയില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ തെറ്റ്. അപ്പോൾ അത് ഞങ്ങൾ മക്കളുടെ തെറ്റല്ല എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, നമ്മൾ നമ്മുടെ മക്കളെ പോലെ ചിന്തിച്ചില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒരു ചിന്താവിഷയം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ശരിയാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളുടെ, അതായത് മണ്ണും വിണ്ണും പ്രകൃതിയും എല്ലാം മാറിയതുപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ മാറ്റങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എനിക്കിതെന്തോ ഇന്നിങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.